ഹരേ കൃഷ്ണ. സർവം കൃഷ്ണ അർപ്പണമസ്തു. എല്ലാ ഭക്തജനങ്ങൾക്കും ശ്രീകൃഷ്ണ ലീല എന്ന ഈ യൂട്യൂബ് ചാനലിലേക്ക് സുസ്വാഗതം. കേരളത്തിലെ ഭഗവതി ക്ഷേത്രങ്ങളിൽ വളരെ പ്രാധാന്യത്തോടു കൂടി ആഘോഷിച്ചു വരുന്ന ഒരു അനുഷ്ഠാനമാണ് മകരച്ചൊവ്വ. മകരമാസത്തിലെ 30 ചൊവ്വാഴ്ച, അതായത് മലയാള മാസമാകുന്ന മകരമാസത്തിലെ ആദ്യത്തെ ചൊവ്വാഴ്ചയാണ് 30 ചൊവ്വാഴ്ചയായി കണക്കാക്കുന്നത്. അന്നേ ദിവസം മകരച്ചൊവ്വയായി ആഘോഷിക്കുന്നു. പ്രത്യേകിച്ച് ദേവീക്ഷേത്രങ്ങളിലും ഭദ്രകാളി ക്ഷേത്രങ്ങളിലൊക്കെ ഇന്നേ ദിവസം വളരെ വിശേഷപ്പെട്ട പൂജകളും വഴിപാടുകളും പൊങ്കാലയിടൽ അർപ്പണവും അതുപോലെ തന്നെ പൂമൂടലും ഒക്കെ ഇന്നേ ദിവസം വളരെ അത്യുത്തമമായി കണക്കാക്കപ്പെടുന്നു. ഇന്നേ ദിവസം ദേവീക്ഷേത്രങ്ങളിലും ഭദ്രകാളി ക്ഷേത്രങ്ങളിലൊക്കെ ഒരുപാട് സ്ഥലങ്ങളിൽ പൂര മഹോത്സവങ്ങൾ തന്നെ കൊണ്ടാടുന്നുണ്ട്. അപ്പോൾ ഇന്നേ ദിവസം ദേവിക്ക് വളരെ പ്രധാനപ്പെട്ട ദിവസമാണ്. കൊടുങ്ങല്ലൂർ ഭഗവതിയെ കണ്ട് തൊഴുന്നത് വളരെ വിശേഷമാണെന്ന് പറയപ്പെടുന്നുണ്ട്. നവഗ്രഹങ്ങളിലെ പ്രധാനിയായിട്ടുള്ള ചൊവ്വ മകരം രാശിയിൽ കൂടുതൽ ബലവാനാവുകയും ചൊവ്വയുടെ ഉച്ചക്ഷേത്രമെന്നും മകരം രാശി അറിയപ്പെടുകയും ചെയ്യുന്നു. ഈ കാരണത്തോടു കൂടി തന്നെയാണ് എല്ലാ മാസത്തെയും ആദ്യത്തെ ചൊവ്വാഴ്ചയ്ക്ക് ഇത്രത്തോളം പ്രാധാന്യം വർദ്ധിക്കുന്നതും. 30 ചൊവ്വാഴ്ച പോലെ തന്നെ പ്രാധാന്യമുള്ളതാണ് 30 വെള്ളിയും. ഇത് രണ്ടും ദേവീ ക്ഷേത്രങ്ങളിലാണ് കൂടുതലായിട്ട് പ്രാധാന്യം അർഹിക്കുന്നത്. അതുപോലെ തന്നെ ഞായറാഴ്ച, ഈ 3 ദിവസങ്ങൾ, അതായത് ചൊവ്വ, വെള്ളി, ഞായർ, ഇതൊക്കെ കോടി ആഴ്ചകളായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. മകരമാസത്തിലെ 30 ചൊവ്വാഴ്ച കേരളത്തിലെ നിരവധി ക്ഷേത്രങ്ങളിൽ പൂരം ഉത്സവങ്ങൾ കൊണ്ടാടുന്ന ഒരു പ്രത്യേകത കൂടി ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ ദിവസം, അതായത് 30 ചൊവ്വാഴ്ച, 30 വെള്ളിയാഴ്ച, ഞായറാഴ്ച, ഇതേ ദിവസം ഭദ്രകാളിക്ക് ഏറെ പ്രീതികരമാണ്. 30 ചൊവ്വാഴ്ചയാണെങ്കിൽ അതിവിശേഷമാണ്. അപ്പോൾ അന്നേ ദിവസം വിശേഷാൽ പൂജകളും പ്രാർത്ഥനകളൊക്കെ ചെയ്യുന്നത് വളരെ ഐശ്വര്യപ്രദവും ദോഷപരിഹാരപ്രദവുമായിട്ടൊക്കെ കണക്കാക്കപ്പെടുന്നുണ്ട്. ഇതുകൂടാതെ ദേവിക്ക് കഠിനപായസം വഴിപാട് നടത്തുന്നത് നമ്മുടെ കുടുംബത്തിൻ്റെ ഐശ്വര്യത്തിന് വളരെ ഉത്തമമാണെന്നും ഭക്തജനങ്ങൾ വിശ്വസിക്കുന്നു. ദേവിയുടെ രൗദ്രഭാവമാണ് ഭദ്രകാളി. അജ്ഞതയെ ഇല്ലാതാക്കി നമ്മൾക്കെല്ലാവർക്കും ജ്ഞാനം ചൊരിഞ്ഞ് ബ്രഹ്മാണ്ഡ ലോകത്തെ മുഴുവൻ പരിപാലിക്കുന്നതിന് വേണ്ടിയാണ് ഭദ്രകാളി ജന്മം കൊണ്ടിട്ടുള്ളത്. 30 ചൊവ്വാഴ്ച ദിവസം നാമജപത്തോടെ ദേവീ ക്ഷേത്ര ദർശനം നടത്തുന്നത് വളരെ നല്ലതാണ്. അതുപോലെ പൂജ നടത്തി തൊഴുതാൽ സർവ്വ ഐശ്വര്യങ്ങളും ലഭിക്കുമെന്നും പറയപ്പെടുന്നു. ലളിത സഹസ്രനാമം ജപിക്കുന്നത് വളരെ ഉത്തമമാണ്. അതുപോലെ തന്നെ ഭദ്രകാളി അഷ്ടോത്തരി മന്ത്രം ജപിക്കുന്നതും വളരെ ഉത്തമമായി കണക്കാക്കുന്നു. തെളിഞ്ഞ മനസ്സോടെ ഭക്തൻ്റെ പ്രാർത്ഥന, അല്ലെങ്കിൽ നമ്മൾ കളങ്കമില്ലാത്ത മനസ്സുമായി ദേവീനെ പ്രാർത്ഥിക്കുമ്പോൾ ആ ഒരു പ്രാർത്ഥന ദേവിയായാലും ദേവനായാലും നമ്മുടെ പ്രാർത്ഥന അവർക്ക് കേൾക്കാതിരിക്കാൻ സാധിക്കില്ല. ജീവിതത്തിലെ ഏത് പ്രതിസന്ധി ഘട്ടങ്ങളെയും, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന എല്ലാ ദുരിതങ്ങളെയും തരണം ചെയ്യാൻ ഒരമ്മയുടെ കരുതൽ എന്ന പോലെ, നമ്മുടെ അമ്മമാർ എങ്ങനെയാണോ തൻ്റെ മക്കളെ സംരക്ഷിക്കുന്നത്, അതുപോലെ തന്നെ അമ്മ നമ്മളിൽ ഓരോരുത്തരെയും സംരക്ഷിക്കുമെന്നുള്ളത് പൂർണ്ണമായിട്ടുള്ള വിശ്വാസമാണ്. അതുകൊണ്ട് തന്നെ സന്ധ്യയ്ക്ക് വിളക്ക് കൊളുത്തി ദേവീ പ്രീതികരമായിട്ടുള്ള നാമങ്ങളും മന്ത്രങ്ങളൊക്കെ ജപിക്കുന്നത് കുടുംബത്തിൻ്റെ ഐശ്വര്യത്തിനും അതുപോലെ തന്നെ നമ്മളുടെ ജീവിതത്തിലെ ഐശ്വര്യം വർദ്ധിക്കുന്നതിനൊക്കെ വളരെ നല്ലതാണ്. അതോടൊപ്പം തന്നെ ദേവിയുടെ അനുഗ്രഹമുള്ള ഭവനത്തിൽ എപ്പോഴും ഐശ്വര്യം കളിയാടുകയും ചെയ്യും. ദേവി പ്രീതി കൊണ്ട് ഒരു ദുഷ്ടശക്തികളെയും നമുക്ക്, അല്ലെങ്കിൽ ശത്രുബാധ ദോഷങ്ങൾ കൊണ്ട് നമ്മൾ ബുദ്ധിമുട്ടുന്നവരാണെങ്കിൽ അത്തരത്തിലുള്ള യാതൊരുവിധ നികൃഷ്ട പ്രവർത്തികളും നമ്മുടെ ജീവിതത്തിലേക്ക് ഏൽക്കുകയുമില്ല. നമ്മളെ അത്തരത്തിലുള്ള പ്രവർത്തികളിൽ നിന്നും അത്തരത്തിലുള്ള ബാധാദോഷങ്ങളിൽ നിന്നൊക്കെ ദേവി നമ്മളെ സംരക്ഷിച്ചു കൊള്ളും. അപ്പോൾ ഇന്നേ ദിവസം നമുക്ക് ചൊല്ലാവുന്ന ഏറ്റവും നല്ലൊരു പ്രാർത്ഥനയാണ് ഭദ്രകാളി 10 ശ്ലോകങ്ങളുള്ള കാളി സ്തോത്രമാണ് ഭദ്രകാളി 10. നമുക്കുണ്ടാവുന്ന ആപത്തുകളും നമ്മുടെ മനസ്സിൽ തോന്നുന്ന ഭയവും ദുരിതവും ഒക്കെ മാറുവാൻ ഭദ്രകാളി 10 ജപിക്കുന്നത് വളരെ ഉത്തമമായി കണക്കാക്കപ്പെടുന്നു. അത്ഭുത ശക്തിയുള്ള ഈ കാളി സ്തോത്രം ദിവസവും ചെല്ലുന്നത് വളരെ ഉത്തമമാണ്. ഭദ്രകാളി ക്ഷേത്ര നടയിൽ നിന്നുകൊണ്ട് ഈ സ്തോത്രം ജപിക്കുന്നതും വളരെ നല്ലതാണ്.
ഇത് സാധിക്കാത്തവർക്ക് നമ്മുടെ വീട്ടിൽ നെയ്വിളക്ക് കൊളുത്തി വെച്ചും ജപിക്കാവുന്നതാണ്. എല്ലാ ദിവസവും ദേവിയുടെ ഈ മന്ത്രം ചൊല്ലുന്നത് അല്ലെങ്കിൽ ഫലദായകമെന്ന് കണക്കാക്കുന്നു. മൃത്യുഭയം, വിട്ടുമാറാത്ത രോഗങ്ങൾ, ദാരിദ്ര്യം തുടങ്ങിയവയെല്ലാം നമ്മുടെ ജീവിതത്തെ വളരെയധികം ബാധിക്കുന്ന ഒന്ന് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള എല്ലാ ദോഷങ്ങൾക്കുമുള്ള പരിഹാരമാണ് ഭദ്രകാളിപ്പത്ത് ചൊല്ലുന്നത്. ഭദ്രകാളിപ്പത്തു ഭക്ത്യാ ഭദ്രാലയേ ജപേൽജവം ഓതുവോർക്കും ശ്രവിപ്പോർക്കും പ്രാപ്തമാം സർവമംഗളം. ഓം ശ്രീ ഭദ്രകാളിയേ നമഃ. ഓം ശ്രീ ഭദ്രകാളിയേ നമഃ. ഓം ശ്രീ ഭദ്രകാളിയേ നമഃ. നമ്മുടെ ജീവിതത്തിലുടനീളം ഭദ്രതയും സുരക്ഷയും നൽകുന്ന മാതാവാണ് ഭദ്രകാളി. തൻ്റെ ശരണാർത്ഥികളായിട്ടുള്ള എല്ലാ ഭക്തജനങ്ങളെയും ഒരുപോലെ അനുഗ്രഹിക്കുന്ന ദേവിയാണ് ഭദ്രകാളിയമ്മ. 8 തൃക്കൈകളിലും അനുഗ്രഹം ചൊരിയുന്ന മൂർത്തിയായിട്ടാണ് ശ്രീ ഭദ്രകാളി വിളങ്ങുന്നത്. ഘോരരൂപിണിയായിട്ടാണ് അമ്മയുടെ മുഖം നമുക്ക് തോന്നുമെങ്കിലും വളരെ മാതൃവാത്സല്യം നിറഞ്ഞു നിൽക്കുന്നവളാണ് ശ്രീ ഭദ്രകാളി. പ്രത്യേക കാരണങ്ങളൊന്നുമില്ലാതെ അല്ലെങ്കിൽ അകാരണമായ ഭയം മനസ്സിലുണ്ടാവുക, അതുപോലെ തന്നെ തുടർച്ചയായിട്ടുള്ള രോഗദുരിതങ്ങൾ നമ്മളെ പിന്തുടരുക, നമ്മൾ അധ്വാനിച്ച് അല്ലെങ്കിൽ നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന ധനം നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോവുക, കുടുംബത്തിലെ അസ്വസ്ഥതകൾ ഉണ്ടാവുക അല്ലെങ്കിൽ കലഹങ്ങൾ ഉണ്ടാവുക, മദ്യപാനം മൂലം വീട്ടിൽ നമ്മുടെ കുടുംബത്തിൽ അസ്വസ്ഥതകൾ ഉണ്ടാവുക, ഇത്തരത്തിലുള്ള സന്ദർഭങ്ങളിലൊക്കെ നമുക്ക് ജപിക്കാവുന്ന ഏറ്റവും നല്ല സഹായ സ്തോത്രമാണ് ഭദ്രകാളി പത്ത് എന്ന് പറയുന്നത്. മാത്രമല്ല ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളിൽ നിന്നൊക്കെ നമ്മൾക്ക് ഒരു ആശ്രയ സാന്നിധ്യമായിട്ടാണ് ശ്രീ ഭദ്രകാളി നിലകൊള്ളുന്നത് പോലും. 10 ശ്ലോകങ്ങളുള്ള ഈ ഒരു കാളി സ്തോത്രം വീട്ടിലിരുന്നോ ക്ഷേത്രത്തിലിരുന്നോ ഒക്കെ നമുക്ക് ജപിക്കാവുന്നതാണ്. പക്ഷെ ജപിക്കുന്നവർ ദേഹശുദ്ധിയോടുകൂടി നിലവിളക്ക് കത്തിച്ചു വെച്ച് സ്വസ്ഥമായിട്ടിരുന്ന് നമ്മൾ ജപിക്കണം. നമ്മളെ മനസ്സിലൊന്നും വാക്കിൽ വേറൊന്നുമായിട്ട് കാര്യമില്ല. മനസ്സും ശരീരവും ഒക്കെ ശുദ്ധിയായി നല്ല സ്വസ്ഥതയായിട്ടിരുന്നിട്ടാണ് ഈ ഒരു ഭദ്രകാളിപ്പത്ത് ചൊല്ലേണ്ടത്. അപ്പോൾ നമുക്ക് ചൊല്ലി നോക്കാം. കണ്ടേ കാളി മഹാകാളി കാളനീരദവർണിനി കാളകണ്ഠാത്മജാതേ ശ്രീ ഭദ്രകാളി നമോസ്തുതേ. ദാരുകാദി മഹാദുഷ്ടാ ദാനവൗഗാ നിഷൂധനേ ദീനരക്ഷാദക്ഷേ ശ്രീ ഭദ്രകാളി നമോസ്തുതേ. ചരാചര ജഗന്നാഥേ ചന്ദ്രസൂര്യാഗ്നിലോചനേ ചാമുണ്ഡേ ചണ്ഡമുണ്ഡേ ശ്രീ ഭദ്രകാളി നമോസ്തുതേ. മഹേശ്വര്യപ്രദേ ദേവി മഹാത്രിപുരസുന്ദരീ മഹാവീര്യേ മഹേശി ശ്രീ ഭദ്രകാളി നമോസ്തുതേ. സർവവ്യാധിപ്രശമനീ സർവമൃത്യോ നിവാരിണീ സർവമന്ത്രസ്വരൂപേ ശ്രീ ഭദ്രകാളി നമോസ്തുതേ. പുരുഷാർത്ഥപ്രദേ ദേവി പുണ്യഫലപ്രദേ പരബ്രഹ്മസ്വരൂപേ ശ്രീ ഭദ്രകാളി നമോസ്തുതേ. ഭദ്രമൂർത്തേ ബഘാരാധ്യേ ഭക്തസൗഭാഗ്യദായികേ ഭവസങ്കടനാശേ ശ്രീ ഭദ്രകാളി നമോസ്തുതേ. നിസ്തുലേ നിഷ്കളേ നിത്യേ നിരപായേ നിരാമയേ നിത്യശുദ്ധേ നിർമ്മലേ ശ്രീ ഭദ്രകാളി നമോസ്തുതേ. പഞ്ചമീ പഞ്ചഭൂതേശി പഞ്ചസഖ്യോപചാരിണീ പഞ്ചാശൽ പീഡരൂപേ ശ്രീഭദ്രകാളി നമോസ്തുതേ. കൽമഷാരണ്യദാവേഗ്നീ
ചിന്മയ സന്മയേ ശിവേ പത്മനാഭാഭിവന്ദ്യേ ശ്രീ ഭദ്രകാളീ നമോസ്തുതേ. ഭദ്രകാളി 10 ഭക്ത്യാ ഭദ്രാലയേ ജപേൽജവം ഓതുവോർക്കും ശ്രവിപ്പോർക്കും പ്രാപ്തമാം സർവമംഗളം. ഓം ശ്രീ ഭദ്രകാളിയേ നമഃ. ഓം ശ്രീ ഭദ്രകാളിയേ നമഃ. ഓം ശ്രീ ഭദ്രകാളിയേ നമഃ.